IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. സന്തോഷമാണോ സങ്കടമാണോ നിങ്ങളോട് പങ്കുവെക്കേണ്ട എന്നറിയില്ല. വിരാട് കോഹ്ലിക്ക് ആ കപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ശ്രേയസ് അയ്യർക്കും പ്രീതി സിന്ധയ്ക്കും ഇത്രയേറെ പണിയെടുത്തിട്ടും ആ കപ്പ് കിട്ടാതെ പോയതിൽ ചെറിയ ദുഃഖവുമുണ്ട്. അത്രമാത്രം അവരത് ആഗ്രഹിച്ചിരുന്നു, വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കനത്ത പരിഹാസങ്ങൾക്കു നടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആരാധകർ കാത്തിരുന്നത് ആ നീണ്ട 18 വർഷങ്ങൾ തന്നെയാണ്. ആ കാത്തിരിപ്പിന്ന് വെറുതെയായില്ല. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിൻ്റെ പോരാട്ട വീര്യത്തെ ടീം മികവ് കൊണ്ട് മറികടന്നു ബാംഗ്ലൂരിനെ കന്നിക്കിരീടം എന്ന് വേണം പറയാം. കാരണം ആവേശം വാനോളമുയർത്തിയ മത്സരത്തിൽ 6 റൺസിനാണ് ബാംഗ്ലൂരിൻ്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്തപ്പോൾ പഞ്ചാബിന്റെ മറുപടി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസിൽ അവസാനിച്ചു. ലോക ക്രിക്കറ്റിലെ ഒരേയൊരു കിങ് കോഹ്ലിയുടെ കിരീടത്തിലേക്ക് ഇനി IPLന്റെ കിരീടത്തിന്റെ പൊൻതിളക്കം കൂടി. IPLൽ കളിച്ച 4ാമത്തെ ഫൈനലിലാണ് RCBയുടെ കന്നിക്കിരീട നേട്ടം. ബാറ്റിങ്ങിൽ സംഭവിച്ച ചെറിയ താളപ്പിഴകൾക്ക് അസാമാന്യ ബോളിംഗ് പ്രകടനത്തിലൂടെ പ്രായശ്ചിത്തം ചെയ്താണ് RCB കിരീടത്തിലേക്ക് എത്തിയത്. 200 റൺസിന് മുകളിലുള്ള സ്കോറുകൾ പതിവായി പിറക്കുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ 191 റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കുക അസാധ്യമൊന്നും ആയിരുന്നില്ല. എന്നാൽ കൃണാൽ പാണ്ഡ്യയുടെ ആ 4 ഓവറാണ് ശരിക്കും കളി തിരിച്ചു പിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്ത കുണാലിന്റെ പ്രകടനം വളരെയേറെ നിർണായകമായി. 30 പന്തിൽ 61 റൺസ് അടിച്ച് പുറത്താകാൻ നിന്ന ശശാങ്ക് സിംഗ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോററായെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ മത്സരത്തിൽ 1 റൺസ് മാത്രം എടുത്ത അയ്യർ തീരെ ഫ്ലോപ്പായി പോവുകയാണുണ്ടായത്. റൊമാരിയോ ഷെപ്പേഡിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ ക്യാച്ച് എടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ കിങ് 35ഓളം പന്തുകൾ നേരിട്ട് ആദ്യം ബാറ്റ് ചെയ്ത RCB ബാറ്റ്സ്മാനായ കിങ് കോഹ്ലി 3 ഫോറുകൾ മാത്രമാണ് നേടിയത്. 15ാം ഓവറിൽ അസ്മത്തുള്ള ഒമർ സായി സ്വന്തം പന്തിൽ ക്യാച്ച് എടുത്ത് കോഹ്ലിയെ പുറത്താക്കുകയായിരുന്നു.